ലോകത്ത് ഏറ്റവും മനോഹരമായ മുഖമുള്ളത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പൂമുഖം വർണ്ണിച്ചവരെല്ലാം ചന്ദ്രന് സമാനമായാണ് ആ ശറഫാക്കപ്പെട്ട മുഖമെന്ന് വിശദീകരിച്ചത്. വർണ്ണത്തിലും പ്രകൃതത്തിലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന് ചന്ദ്രനോട് സാമ്യത കുറിക്കാനാണ് അങ്ങനെ പലരും പ്രയോഗിച്ചിട്ടുള്ളത്. അത് കേവലം ആലങ്കാരിക പ്രയോഗമല്ല, പൂർണ്ണമായും ചന്ദ്രന്റെ പ്രകാശം സ്ഫരിക്കുന്ന മുഖമായിരുന്നു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട നെറ്റിയിലും ഷറഫാക്കപ്പെട്ട കവിൾത്തടത്തിലും പ്രകാശ സമാനമായ തിളക്കമുണ്ടായിരുന്നു. സയ്യിദന ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പൗർണമി നാളിൽ ചുവന്ന വസ്ത്രം ധരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് വന്നു. ഞാൻ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖത്തേക്കും ചന്ദ്രനിലേക്കും മാറി മാറി നോക്കി. അള്ളാഹുവാണ് സത്യം, ചന്ദ്രനേക്കാൾ പ്രകാശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖത്തിന് തന്നെയാണ്. അവിടുത്തെ മുഖത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെയാണ് അനുഭവിക്കാറുണ്ടെന്ന് മഹാന്മാരായ സ്വഹാബികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പൗർണമി പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖകമലം വളരെ പ്രശോഭിതമായിരുന്നു. ചന്ദ്രനെ പോലെ പൂർണ്ണ വൃത്താകൃതിയിലായിരുന്നില്ല അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖം. അല്പം മുകളിലേക്ക് നീണ്ട രൂപമായിരുന്നു ആ മുഖത്തിനുണ്ടായിരുന്നത്. എന്നാൽ ആ നീളവും വട്ടവും തമ്മിൽ നല്ലൊരു പൊരുത്തമുണ്ട്. പ്രകാശമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖത്തിന്റെ സ്ഥായി ഭാവം. എന്നാൽ വ്യത്യസ്ത വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖത്തിന്റെ വർണ്ണത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വരും. സന്തോഷാവസ്ഥയിൽ കൂടുതൽ പ്രകാശിക്കുകയും കോപം വരുമ്പോൾ അത് ചുവന്ന നിറമാവുകയും ചെയ്യാറുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടം വിശാലമായ പരന്ന നെറ്റിത്തടമായിരുന്നു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടം വിളക്ക് പ്രകാശിക്കുന്നത് പോലെ തിളങ്ങുന്നതായി സ്വഹാബികൾക്ക് അനുഭവപ്പെട്ടിരുന്നു. പരന്ന എന്നാൽ മൃദുലമായ കവിൾത്തടങ്ങളായിരുന്നു ഹബീബായ തങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാംസം തിങ്ങിയതോ മെലിഞ്ഞതോ ആയി തോന്നുകയില്ല. നിസ്കാരത്തിനൊടുവിൽ സലാം വിട്ടുന്ന സമയത്ത് വെളുത്തു തൊടുത്ത ആ ഷറഫാക്കപ്പെട്ട കവിൾത്തടങ്ങളെ പുറകിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതായത് ശരീരത്തിൽ നിന്ന് കവിൾത്തടം മാത്രം കാണുമ്പോഴുള്ള ആ കാഴ്ച ആ ശരീരത്തിന്റെ മാറ്റുകൂട്ടുകയും വളരെ മനോഹരമായി തോന്നിപ്പിക്കുകയും ചെയ്യും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിളുകൾക്ക് മുകളിൽ സാധാരണ അധിക പേർക്കുമുള്ള ഒരു ചെറിയ ഉയർച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല. അറബികൾക്കിടയിൽ ഈ രൂപത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ സൗന്ദര്യ മികവായി കണക്കാക്കപ്പെട്ടിരുന്നത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മൂക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂക്കിന് അല്പം നീളമുണ്ട്. ദൂരെ നിന്നും ഒരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആൾ കാണുമ്പോൾ മൂക്ക് നീണ്ടതായിട്ടാണ് തോന്നുക. സാധാരണ മൂക്ക് നീണ്ടവരുടെ മുകൾ ഭാഗത്തിനാണ് നീളം സാധാരണ ഉണ്ടാവുക. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂക്കിന്റെ കീഴ്ഭാഗത്തിനാണ് നീളമുള്ളത്. അതിന്റെ അറ്റമാകട്ടെ വളരെ നേർത്തതാണ്. നടുവിലുള്ള ചെറിയ ഉയർച്ചയും തിളക്കവും മുഖത്തിന്റെ ഗാംഭീര്യത്തിന് മാറ്റുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഓരോ ശരീരഭാഗങ്ങളും വളരെ മനോഹരവും മഹത്തരവുമാണ്. ആ ശരീരഭാഗങ്ങളെക്കുറിച്ച് പഠിക്കൽ നമുക്ക് അനിവാര്യമാണ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ ഈ സംസാരം കൊണ്ട്, നമ്മുടെ ഈ കേൾവി കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണത്തിന് മുമ്പ് ജീവിതത്തിൽ ഒരുപാട് തവണ ഉറക്കിലും ഉണർവിലുമെല്ലാം കാണാൻ നമ്മുടെ ഈ സംസാരങ്ങളും ഈ കേൾവികളും കാരണമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.